കാത്തിരുന്ന് നമ്മൾ പൂരെത്തിയിട്ടാണ്. അങ്ങനെ പൂരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം, ഇനി നമ്മൾ ഇന്ന് വൈകിട്ട് എങ്ങോട്ട് പോകും, അതായിരുന്നു മനസ്സിൽ ചിന്ത. എന്തായാലും രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത്. സാധാരണ ആ സമയത്തൊക്കെ തന്നെ പോവാറ്, കൂടെ അരിയോട്ടനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എഴുന്നള്ളിപ്പിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ സമയത്ത് തന്നെ പോവാറ്, ഇത് കാണാറുണ്ട്. കാരണം വീട്ടിലൊക്കെ പണികളൊന്ന് ഒതുക്കി സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് അമ്പലത്തിൽ പോവാറ്. അപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് നേരം നിൽക്കാമല്ലോ അവിടെ, അത് വെച്ചിട്ടാണ് അങ്ങനെ പോണത്. അപ്പോൾ ഈ സമയവും പിന്നെ അവിടെ കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ നമ്മൾ ആകെ ക്ഷീണിച്ച്, ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. അപ്പം ആ വെയിലും ചൂടും കൂടി ആയി കഴിഞ്ഞപ്പം പിന്നെ അവിടെ സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഗ്ലാസ് കുടിച്ചു, ഭയങ്കര ആശ്വാസം, നല്ല ടേസ്റ്റുള്ള സംഭാരമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ തിന്നി കളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന്, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി ദം ബിരിയാണി ആയിരുന്നു. അത് വയറ് നിറയെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വൈകുന്നേരമൊക്കെ ഉറക്കിയതിന് ശേഷം ഞങ്ങൾ കോട്ടയിലോട്ട് പോയി. ഇത് തറവാട്ടമ്പലാണ്, ഇതാണ് അവരുടെ തറവാട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നള്ളിപ്പുണ്ടാവും. തിരിച്ച് അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. ആദ്യം എനിക്ക് ഈ പഞ്ചവാദ്യം ചെണ്ടമേളം ഒന്നും വലിയൊരു ഹരണ്ടായിരുന്നില്ല. കാരണം കുറച്ചേരം കാണും, കുറച്ചേരം കാണുമ്പോഴത്തേക്കും പിന്നെ ബോറടിക്കും. എനിക്കൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു 5-10 മിനിറ്റൊക്കെ ഇരിക്കും, അത്രയേ ഉള്ളൂ, അത് മാക്സിമം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു മാറ്റം വന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പൂരത്തിന് പോയിട്ട് അത് കഴിയുന്നവരെ ആ വെയിലത്ത് ഞാൻ അത് നിന്ന് കണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് വന്ന് പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി. വൈനുണ്ടാകുമ്പോൾ ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അവരില്ലാത്ത കാരണം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. പോണ വഴിക്ക് നമ്മൾ 2-3 വരവ് കണ്ട്. പിന്നെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് വന്ന് ഫസ്റ്റ് ഈ വരവ് വഴിപാട് വരവാണല്ലോ, അതാണ് അമ്പലത്തിലോട്ട് കയറിയത്. അപ്പോൾ അതൊക്കെ കണ്ട് രസമുണ്ടായിരുന്നു. തിരക്കായി വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മേളം ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ടാവും, നല്ല രസമുണ്ടായിരുന്നു. കാണാൻ പറ്റില്ല, നമ്മൾ കേൾക്കാനേ പറ്റുള്ളൂ, കാരണം ഫ്രണ്ടിലൊക്കെ നിറച്ചും ആൾക്കാരായിരുന്നു. പിന്നെ നമുക്ക് അധികം വരവൊന്നും കാണാൻ പറ്റില്ല, ഒരു 4-5 വരവേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കും പൊടിയും ബഹളമൊക്കെ ആയി, കാരണം മൈനൂനേറ്റായി തിരക്കിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അതായിരുന്നു മെയിൻ റീസൺ. എന്നാലും കുറച്ച് വരവൊക്കെ നമ്മൾ കണ്ട്. പിന്നെ അവിടെയൊക്കെ നമ്മൾ കറങ്ങി നടന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിന്ന് കണ്ട് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല സുഖമായിരുന്നിട്ടാ. പിന്നെ വൈനുവിൻ്റെ എല്ലാ പൂരപ്പറമ്പിൽ പോയുള്ള ഡാൻസ് സ്റ്റെപ്പ് ഇടലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെടിക്കെട്ട് തുടങ്ങി, ചൈനീസ് കുട്ടി, അതും നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മൾ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് നല്ല പ്രത്യേകിച്ച് വരവൊന്നും അവിടെ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4-5 വരവ്, മൊത്തം 10-20 വരവ് എന്തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4-5 വരവേ കണ്ടുള്ളൂ. കുറച്ച് വരവ് നമ്മൾ കണ്ടിട്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ്, ഒരു 9:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അത്രയും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ഷീണിച്ച് ശവമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഇറങ്ങി നേരെ ഹൈവേയിലൂടെ പോയി, ജംഗ്ഷനിലായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയി. അവിടെ നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ നമ്മൾ പൂരവിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.